നമസ്തേ. നമ്മൾ സംസ്കൃത ഭാഷാ പരിചയ എന്ന പുസ്തകത്തിലെ ബ്ലോക്ക് 3 ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അതെന്താ പറഞ്ഞത്? പണ്ഡിത ലക്ഷണം പറഞ്ഞു. ഇതുവരെ ധൃതരാഷ്ട്രരോട് പറഞ്ഞതായിട്ടുള്ള പണ്ഡിത ലക്ഷണം നമ്മൾ പറഞ്ഞു. അതുപോലെ അവിടെ പറഞ്ഞു അങ്ങ് എങ്ങനെയാണ് ദുര്യോധനൻ, ദുശാസനൻ, കർണൻ മുതലായവർക്ക് രാജ്യം നൽകിയ ശേഷം അവരിൽ നിന്നും ഒരു രാജ്യത്തിന് ഐശ്വര്യം ആഗ്രഹിക്കുന്നത്, യുധിഷ്ഠിരനല്ലേ രാജ്യം നൽകേണ്ടത് എന്ന രീതിയിൽ അവിടെ പരാമർശിക്കുകയുണ്ടായി. ഇനി ബ്ലോക്ക് 4, നാലാമത്തെ ബ്ലോക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 1-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അതിൽ മിഥുനനീതിയിൽ വരുന്ന ബാക്കി ഭാഗമാണ് വരുന്നത്. അപ്പോൾ പണ്ഡിത ലക്ഷണം പറഞ്ഞു, പണ്ഡിതനായിട്ടുള്ള ഒരാൾ എങ്ങനെയായിരിക്കും എന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂഢനായിട്ടുള്ള ഒരാൾ, വിഡ്ഢിയായിട്ടുള്ള അറിവില്ലാത്ത ഒരാൾ എങ്ങനെയായിരിക്കും എന്ന് മൂഢലക്ഷണമാണ് ഈ അധ്യായങ്ങളിൽ പറയുന്നത്. അപ്പോൾ 1-ാമത്തെ അധ്യായം 35 മുതൽ 66 വരെയുള്ള ശ്ലോകങ്ങളാണ് ഈ ബ്ലോക്ക് 4 വരുന്നത്. അതിലെ 1-ാമത്തെ യൂണിറ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 1-ാമത്തെ യൂണിറ്റിൽ 35-ാമത്തെ ശ്ലോകം മുതൽ 44-ാമത്തെ ശ്ലോകം വരെ എന്താ പറയുന്നത്? മൂഢലക്ഷണം. നേരത്തെ പണ്ഡിത ലക്ഷണം പറഞ്ഞതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആണ് മൂഢൻ. മൂഢൻ എന്ന് പറഞ്ഞാൽ വിഡ്ഢി. മൂഢലക്ഷണം, മൂഢനായൊരു വ്യക്തി എങ്ങനെയായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്നത് എന്താണ്? പണ്ഡിത ലക്ഷണത്തിൽ നിന്നും ആ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ പണ്ഡിതൻ ആരാണ്, യോജിച്ചവൻ ആരാണ് എന്നും, മൂഢലക്ഷണത്തിൽ നിന്നും മൂഢനായിട്ടുള്ളത് ആരാണ്, അയോഗ്യനായിട്ടുള്ളത് ആരാണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കണം ധൃതരാഷ്ട്രർക്ക് എന്ന ഉദ്ദേശത്തിലാണ് ഈ പണ്ഡിത ലക്ഷണവും മൂഢലക്ഷണവും ഇതിൽ പറയുന്നത്. പിന്നെ മൂഢലക്ഷണം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതും പരീക്ഷയ്ക്ക് ഉപന്യാസ രൂപത്തിൽ ചോദിക്കാറുണ്ട്. മൂഢലക്ഷണം ലിഖത, മൂഢലക്ഷണം എഴുതുക എന്ന്. 1-ാമത്തെ ശ്ലോകം നോക്കാം. മൂഢഃ അകർമ്മണ അർത്ഥാൻ പ്രാപ്തും ഇച്ഛന്തി. അപ്പൊ പണ്ഡിതന്റെ എങ്ങനെയാ പറഞ്ഞത്? തന്റെ പ്രവൃത്തികൾ ചെയ്യും, അതിന്റെ ഫലം എന്താണെന്ന് ചിന്തിക്കാതെ പ്രവൃത്തികളെല്ലാം ചെയ്യും. അതുപോലെ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ചിന്തിച്ച് ആലോചിച്ച് ഉറപ്പിച്ച ശേഷം മാത്രമേ കാര്യം ആരംഭിക്കുകയുള്ളൂ. തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്തിരിയുകയില്ല. അവസാനം വരെയും പ്രവർത്തിക്കുന്നു, തൻ്റെ ധർമ്മത്തെ പാലിക്കുന്നു, പുരുഷാർത്ഥങ്ങളെ അനുവർത്തിക്കുന്നു. അത്തരത്തിൽ ആ നേട്ടം കിട്ടുന്നതുവരെ അതിൽ നിൽക്കുകയും നേട്ടം കിട്ടിയ ശേഷം മാത്രമേ മറ്റുള്ളവർ ഈ പ്രവൃത്തിയാണ് ഇദ്ദേഹം ചെയ്തത് എന്ന് അറിയുകയുള്ളൂ എന്നും പണ്ഡിത ലക്ഷണത്തിൽ പറഞ്ഞു. മൂഢലക്ഷണത്തിൽ എന്താ പറയുന്നത്? മൂഢഃ അകർമ്മണ അർത്ഥാൻ പ്രാപ്തും ഇച്ഛന്തി. മൂഢന്മാർ അകർമ്മണ, കർമ്മങ്ങളൊന്നും ചെയ്യാതെ തന്നെ എന്താഗ്രഹിക്കുന്നു? അർത്ഥങ്ങളെ, വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ നേടുവാൻ ആഗ്രഹിക്കുന്നു. അശ്രുതശ്ച സമുന്നദ്ധോ ദരിദ്രശ്ച മഹാമനാഃ അർത്ഥാംശാകർമ്മണ പ്രേത്സുർ മൂഢ ഇത്യുച്യതേ ബുധൈഃ. അശ്രുതഃ ശാസ്ത്രജ്ഞാനരഹിതഃ, ശാസ്ത്രജ്ഞാനമില്ലാത്തവനും. സമുന്നദ്ധഃ എന്നാൽ ആരാണ്? അഹങ്കാരമുള്ളവനും. ശാസ്ത്രജ്ഞാനമൊന്നും ഇല്ലെങ്കിലും താൻ ജ്ഞാനിയാണ് എന്ന്, പണ്ഡിതനാണ് എന്ന് ആരാണോ അഹങ്കരിക്കുന്നത്. ദരിദ്രഹാച്ച, ദരിദ്രൻ, അതായത് സമ്പത്തൊന്നും ഇല്ലെങ്കിലും ദുരഭിമാനിയായിരിക്കുന്നവൻ ആരാണോ. അകർമ്മണ അർത്ഥാൻ പ്രേത്സുഹൂച്ച, കർമ്മങ്ങളൊന്നും ചെയ്യാതെ തന്നെ ദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ധനം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ആരാണോ അവനെ ബുധൈഹി, പണ്ഡിതന്മാരാൽ മൂഢ ഇതി ഉച്യതേ, മൂഢൻ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ശാസ്ത്രജ്ഞാനമൊന്നുമില്ലാതെ തന്നെ താൻ പണ്ഡിതനാണ് എന്ന് ആരാണോ ചിന്തിക്കുന്നത്, സമ്പന്നനല്ലെങ്കിലും ആരാണോ താൻ സമ്പന്നനാണ് എന്ന് ദുരഭിമാനം കൊള്ളുന്നത്, അതുപോലെ ശ്രേഷ്ഠനാണ് എന്ന്, താൻ സ്വയം ശ്രേഷ്ഠനാണ് എന്ന് ആരാണോ ചിന്തിക്കുന്നത്,
പറയുന്നത്. അതുപോലെ കർമ്മങ്ങളൊന്നും ചെയ്യാതെ തന്നെ തൻ്റെ കാര്യങ്ങളെല്ലാം നടത്തണം, അല്ലെങ്കിൽ തനിക്ക് പുരുഷാർത്ഥങ്ങൾ നേടണം, സമ്പത്ത് ഉണ്ടാകണം എന്ന് ആരാണോ ആഗ്രഹിക്കുന്നത് അവനെ പണ്ഡിതർ എന്തു പറയുന്നു? മൂഢൻ അല്ലെങ്കിൽ വിഡ്ഢി എന്ന് പറയുന്നു. സ്വകാര്യം പരിത്യജ്യ അന്യസ്യ കാര്യേ വ്യാപൃതഃ അപി മൂഢോ ഭവതി. സ്വന്തം കാര്യം പരിത്യജിച്ചിട്ട്, ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നവൻ ആരാണ്? മൂഢനാണ്. സ്വമർത്ഥം യത് പരിത്യജ്യ പരാർത്ഥം അനുതിഷ്ഠതി മിഥ്യാചരതി മിത്രാർത്ഥേ യശ്ച മൂഢസ്സ ഉച്യതേ. യഹ സ്വം അർത്ഥം പരിത്യജ്യ, യാതൊരുവനാണോ തൻ്റെ അർത്ഥങ്ങളെ, തൻ്റെ കാര്യത്തെ, താൻ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങളെ പരിത്യജിച്ചിട്ട്, മാറ്റിവെച്ചിട്ട് പരാർത്ഥം അനുതിഷ്ഠതി, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത്, യഹ ച മിത്രാർത്ഥേ, യാതൊരുവനാണോ സുഹൃത്തിനായിക്കൊണ്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കർമ്മങ്ങളിൽ മിഥ്യാചരതി, വെറുതെ ആവശ്യമൊന്നുമില്ലാതെ ഏർപ്പെടുന്നത്, സഹ മൂഢഃ ഉച്യതേ, അവനെ വിഡ്ഢി എന്ന് പറയപ്പെടുന്നു. സ്വന്തം കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് സുഹൃത്തുക്കളുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടുന്നത് ആരാണോ അവനെ വിഡ്ഢി അല്ലെങ്കിൽ മൂഢൻ എന്ന് പറയുന്നു. മൂഢഃ അകാമാൻ കാമയതി, മൂഢൻ എന്താണ്? ആഗ്രഹിക്കാൻ പാടില്ലാത്തതായ കാര്യങ്ങളെയെല്ലാം ആഗ്രഹിക്കുന്നു. അകാമാൻ കാമയതി യ കാമയാനാൻ പരിത്യജേ ബലവന്തം ച യോദ്വേഷ്ടി തമാഹുർ മൂഢചേതസ. യഹ അകാമാൻ കാമയതി, യാതൊരു പുരുഷനാണോ ആഗ്രഹിക്കുവാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത്, അതായത് തന്നിൽ താല്പര്യമില്ലാത്ത ആളുകളെ ആഗ്രഹിക്കുന്നത്, കാമയാനാൻ പരിത്യജേത്, തന്നെ ഇഷ്ടപ്പെടുന്ന, തന്നെ ആഗ്രഹിക്കുന്ന ആളുകളെ വെറുക്കുകയും ചെയ്യുന്നത്, യഹ ബലവന്തം ദ്വേഷ്ടിച്ച, യാതൊരുവനാണോ തന്നെക്കാൾ ബലമുള്ളവരോട് വിരോധം ചെയ്യുകയും ചെയ്യുന്നത് അവനെ മൂഢൻ എന്ന് പറയുന്നു. എങ്ങനെയാണ്? യഹ അകാമാൻ കാമയതി, യാതൊരു പുരുഷനാണോ തന്നെ ഇഷ്ടമില്ലാത്തവരെ ഇഷ്ടപ്പെടുകയും തന്നോട് ഇഷ്ടമുള്ളവരെ വെറുപ്പിക്കുകയും ചെയ്യുന്നത്, അതുപോലെ യാതൊരുവനാണോ തന്നെക്കാൾ ബലവാനായ ഒരാളോട് വിദ്വേഷം പുലർത്തുകയും ചെയ്യുന്നത് അവനെ മൂഢൻ എന്ന് പറയുന്നു. അടുത്ത ശ്ലോകം എന്താണ്? മൂഢഃ ശത്രും മിത്രവത് മിത്രം ശത്രുവച്ച ഗണയതി. മൂഢൻ എങ്ങനെയാണ്? ശത്രുവിനെ മിത്രമായി കണക്കാക്കുന്നു, തന്റെ മിത്രത്തെ ശത്രുവായി കണക്കാക്കുന്നു. അമിത്രം കുരുതേ മിത്രം മിത്രം ദ്വേഷ്ടി ഹിനസ്തി ച കർമ്മ ച ആരഭതേ ദുഷ്ടം തമാഹുർ മൂഢചേതസം. അമിത്രം മിത്രം കുരുതേ, ശത്രുവിനെ മിത്രമായി കണക്കാക്കുന്നു. മിത്രം ദ്വേഷ്ടി, മിത്രത്തെ ശത്രുവായി കണക്കാക്കുന്നു. ഹിനസ്തി ച, അയാളിൽ ദോഷം ആരോപിക്കുകയും ചെയ്യുന്നു. അതുപോലെ അയാൾ സുഹൃത്തിനോട് അസൂയ പുലർത്തുകയും ചെയ്യുന്നു. ദുഷ്ടം കർമ്മച്ച ആരഭതേ, നീചകർമ്മങ്ങൾ ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. അവനെയാണ് മൂഢൻ എന്ന് പറയുന്നത്. എന്താണ്? ആരാണോ ശത്രുവിനെ മിത്രമായി കണക്കാക്കുന്നത്, മിത്രത്തെ ശത്രുവായി കരുതുകയും അതോടൊപ്പം സുഹൃത്തിനോട് അസൂയ പുലർത്തുകയും അവനെ നശിപ്പിക്കുകയും ചെയ്യുന്നത്, അതുപോലെ നീചകർമ്മങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്, അവനെയാണ് എന്തെന്ന് പറയുന്നത്? മൂഢൻ എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകം എന്താണ്? മൂർഖഃ സ്വകൃത്യാനി ഭൃത്യൈഹി കാരയതി. വിഡ്ഢിയായിട്ടുള്ള ഒരാൾ, മൂർഖൻ എന്ന് പറഞ്ഞാൽ മൂഢൻ എന്ന് തന്നെയാണ് അർത്ഥം. മൂർഖഃ മൂഢഃ, തൻ്റെ കൃത്യങ്ങൾ, തൻ്റെ കർത്തവ്യങ്ങൾ, താൻ തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഭൃത്യന്മാരെ കൊണ്ട്, സഹായികളെ കൊണ്ട് ചെയ്യിക്കുന്നു. സംസാരയതി കൃത്യാനി സർവത്ര വിചികിത്സതേ ചിരം കരോതി ക്ഷിപ്രാർത്ഥേ സമൂഢോ ഭരതർഷഭ. ഹേ ഭാരതർഷഭ, അല്ലയോ രാജാവേ, യഹ കൃത്യാനി സംസാരയതി, യാതൊരുവനാണോ സ്വയം അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ സംസാരയതി ഭൃത്യന്മാരാൽ ചെയ്യിക്കുന്നത്,
സർവത്ര വിചികിത്സത, എല്ലാ കാര്യങ്ങളിലും എല്ലാത്തിനെയും സംശയത്തോടെ മാത്രം നിരീക്ഷിക്കുന്നത്. ക്ഷിപ്രാർത്ഥി ചിരം കരോതിച്ച, ക്ഷിപ്രം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേഗത്തിൽ തീർക്കേണ്ടതായ കാര്യങ്ങൾ, ചിരം കരോതി വൈകിപ്പിക്കുന്നത്. അപ്പോൾ ആരാണോ താൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഭൃത്യന്മാരെ കൊണ്ട് ചെയ്യിക്കുന്നത്, എല്ലാ കാര്യങ്ങളിലും സംശയാലുക്കളാകുന്നത്, അതുപോലെ പെട്ടെന്ന് തീർക്കേണ്ടതായ കാര്യങ്ങൾ വൈകിപ്പിക്കുന്നത്, അങ്ങനെയുള്ള ആളെയാണ് മഹാരാജാവെ മൂഢൻ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ഗൃഹസ്ഥ കാര്യകരണേ അലസഹ അജ്ഞഃ ച ഭവതി മൂഢഃ. ഗൃഹസ്ഥൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് ഒരു ഗാർഹസ്ഥ്യം അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ അലസനും അജ്ഞനുമായിരിക്കും, അറിവില്ലാത്തവനും ആലസ്യമുള്ളവനുമായിരിക്കും മൂഢനായ ഒരാൾ. ശ്രാദ്ധം പിതൃഭ്യോ ന ദദാതി ദൈവതാനീന ച അർച്ചതി സുഹൃന്മിത്രം ന ലഭതേ തമാഹുർ മൂഢചേതസം. അപ്പോൾ ഗൃഹസ്ഥനായിട്ടുള്ള ഗാർഹസ്ഥ്യം എന്ന ആശ്രമം അനുഷ്ഠിക്കുന്ന ഒരാള് ചെയ്യേണ്ടതാണ് എന്ത്? ശ്രാദ്ധം മുതലായ കാര്യങ്ങൾ. അതിലെല്ലാം മടി കാണിക്കുന്നതും അതിനെക്കുറിച്ചൊന്നും അറിവില്ലാത്തവനുമായ ആളെ മൂഢൻ എന്ന് പറയുന്നു. പിതൃഭ്യഃ ശ്രാദ്ധം ന ദദാതി, പിതൃക്കൾക്ക് ശ്രാദ്ധം നൽകുന്നില്ല. ശ്രദ്ധ വെച്ച് വളരെ പ്രാധാന്യത്തോട് നൽകേണ്ടതായിട്ടുള്ള പിണ്ഡം നൽകേണ്ടതായിട്ടുള്ള കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല. ദൈവതാനീച്ച ന അർച്ചതി, ദൈവങ്ങളെ ദേവതകളെ പൂജിക്കുന്നില്ല. സുഹൃമിത്രം ച ന ലഭതേ, നല്ല ഹൃദയത്തോടു കൂടിയ നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നില്ല. അങ്ങനെയുള്ളവനെ ആരെന്ന് പറയുന്നു? മൂഢൻ എന്ന് പറയുന്നു. അപ്പോൾ യാതൊരുവനാണോ പിതൃക്കൾക്ക് ശ്രാദ്ധം നൽകാത്തത്, യാതൊരുവനാണോ ദേവതകളെ പൂജിക്കാത്തത്, യാതൊരുവനാണോ നല്ല ഹൃദയത്തിനുടമയായ സുഹൃത്തുക്കളെ ലഭിക്കാത്തത്, അങ്ങനെയുള്ളവനെ എന്ത് പറയുന്നു? മൂഢൻ എന്ന് പറയുന്നു. ഇനി അടുത്ത മൂഢലക്ഷണം എന്താണ്? മൂഢാഹ നരാധമാഹ ഭവന്തി. മൂഢന്മാർ എന്താണ്? നരാധമന്മാരായിട്ട് നീചന്മാരായ മനുഷ്യരാണ്. അനാഹൂതഃ പ്രവിശതി അസ്പൃഷ്ടോ ബഹുഭാഷത്തെ അവിശ്വസ്തേ വിശ്വസിതി മൂഢചേത നരാധമഃ. മൂഢചേതാഹ, മൂഢചിത്തരായിട്ടുള്ള വിഡ്ഢികളായിട്ടുള്ള നരാധമഃ, നരാധമന്മാർ അനാഹൂതഃ പ്രവിശതി, വിളിച്ചില്ലെങ്കിലും ക്ഷണിച്ചില്ലെങ്കിലും പ്രവേശിക്കുന്നു. അതായത് വിളിക്കാത്ത ഇടങ്ങളിൽ ചെല്ലുന്നു, തനിക്ക് അനുമതിയില്ലാത്ത ഇടങ്ങളിൽ പ്രവേശിക്കുന്നു. അപൃഷ്ടഃ, ചോദിച്ചില്ലെങ്കിലും ബഹുഭാഷത്തെ, വളരെയധികമായി സംസാരിക്കുന്നു. അവിശ്വസ്തേ വിശ്വസതി, വിശ്വസിക്കാൻ പാടില്ലാത്തവരെ വിശ്വസിക്കുകയും ചെയ്യുന്നു. മൂഢനായിട്ടുള്ള ഒരാള് എന്താണ്? അനാഹൂതഃ പ്രവിശതി, അദ്ദേഹത്തെ വിളിച്ചില്ലെങ്കിലും ക്ഷണിച്ചില്ലെങ്കിലും അവിടെ പ്രവേശിക്കുന്നു. അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടില്ലെങ്കിലും ഒരുപാട് സംസാരിക്കുന്നു, അനാവശ്യമായി സംസാരിക്കുന്നു. വിശ്വസിക്കാൻ പാടില്ലാത്തവരെ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവരെ എന്ത് പറയുന്നു? മൂഢൻ എന്ന് പറയുന്നു. ഇതരേഷു ദോഷാരോപണം കുർവൻ സദോഷഃ ക്രുദ്ധ്യൻ അശക്തശ്ച മൂഢതമഃ. എന്താണ്? താൻ കുറ്റക്കാരനായിരിക്കെ മറ്റുള്ളവരിൽ കുറ്റമാരോപിക്കുന്നു. സ്വയം അശക്തനായിക്കൊണ്ട് മറ്റുള്ളവരോട് ദേഷ്യം കാണിക്കുകയും ചെയ്യുന്നു. താൻ ചെയ്യുന്ന ദോഷങ്ങൾ മറ്റുള്ളവരിൽ ആരോപിക്കുകയും അതുപോലെ തനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവർ ചെയ്യാത്തതിൽ ക്രോധിക്കുകയും ചെയ്യുന്നവനാണ് മൂഢൻ. പരം ക്ഷിപതി ദോഷേണ വർത്തമാന സ്വയം തഥാ യശ്ച ക്രുദ്ധ്യത്യനീശാന സച മൂഢതമോ നരഃ. യഹ സ്വയം തഥാ വർത്തമാനഃ അപി, യാതൊരു മനുഷ്യനാണോ മറ്റുള്ളവരുടേതുപോലെ തന്നെ സ്വയം ദോഷമുള്ളവനാണെങ്കിലും പരം ദോഷേണ ക്ഷിപതി, മറ്റുള്ളവരിൽ ദോഷം ആരോപിക്കുന്നത്, അനീശാനഃ സൻ അപി, എന്താണ്? അപ്രഭുഹു സന്നപി, സ്വയം പ്രഭു അല്ലെങ്കിലും എല്ലാ കഴിവുമുള്ളവനല്ലെങ്കിലും
ക്രുദ്ധതീച്ച മറ്റുള്ളവരോട് ദേഷ്യം കാണിക്കുകയും ചെയ്യുന്നത് അവനെ മൂഢനെന്ന് പറയുന്നു. അപ്പൊ ഏതൊരു മനുഷ്യനാണോ സ്വയം തെറ്റുകാരനായിട്ടും സ്വയം ദോഷമുള്ളവനായിട്ടും മറ്റുള്ളവരിൽ ആ തെറ്റ് ആരോപിക്കുന്നത്, അതുപോലെ മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യുവാൻ അസമർത്ഥനാണെങ്കിലും അങ്ങനെ മറ്റുള്ളവരോട് ദേഷ്യം കാണിക്കുന്നത്, അങ്ങനെയുള്ളവനെ മൂഢനെന്ന് പറയുന്നു. അടുത്തത് എന്താണ്? ആത്മനഃ ശക്തിം അജ്ഞാത്വാ ധർമാർത്ഥ പരിവർത്തനം കരോതി. തൻ്റെ ശക്തിയെ തിരിച്ചറിയാതെ ധർമ്മത്തിന്റെയും അർത്ഥത്തിന്റെയും എല്ലാം പരിവർത്തനങ്ങളെ, മാറ്റങ്ങളെ ചെയ്യുന്നു. ആത്മനോബലമജ്ഞായ ധർമാർത്ഥ പരിവർജിതം അലഭ്യമിച്ഛൻ നൈഷ്കർമ്മ്യാൻ മൂഢബുദ്ധിരിഹോച്യതേ. ആത്മനഃ ബലം അജ്ഞായ, തൻ്റെ ശക്തി എന്താണ് എന്ന് തിരിച്ചറിയാതെ, നൈഷ്കർമ്മ്യാത് പ്രവൃത്തിയൊന്നും ഉദ്യമമൊന്നുമില്ലാതെ തന്നെ, ധർമാർത്ഥ പരിവർജിതം ധർമ്മവും അർത്ഥവും ഒന്നുമില്ലാത്ത ധർമ്മ അർത്ഥ വിഹീനമായിട്ടുള്ള അലഭ്യം ഇച്ഛൻ ലഭിക്കുവാൻ സാധ്യതയില്ലാത്തതായ, ലഭിക്കുവാൻ കഴിയാത്തതായ വസ്തുവിനെ ആഗ്രഹിച്ചുകൊണ്ട് ആരാണോ നിൽക്കുന്നത് അവനെ മൂഢനെന്ന് പറയുന്നു. ആത്മനഃ ബലം അജ്ഞായ, തൻ്റെ ശക്തി തിരിച്ചറിയാതെ, നൈഷ്കർമ്മ്യാത് പ്രവൃത്തികളൊന്നും കൂടാതെ തന്നെ, പ്രയത്നങ്ങളൊന്നുമില്ലാതെ തന്നെ, ധർമ്മ അർത്ഥ പരിവർജിതം ധർമ്മമോ അർത്ഥമോ ഒന്നും അടങ്ങിയിട്ടില്ലാത്തതായ, അലഭ്യം ഇച്ഛൻ ലഭിക്കുവാൻ സാധ്യതയില്ലാത്ത വസ്തുവിനെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആരാണോ നിലനിൽക്കുന്നത് അവനെ മൂഢനെന്ന് പറയുന്നു. അടുത്തത് എന്താ പറയുന്നത്? യഹ നരഃ ശാസനാഹീനം ഉപദിശതി സഹ മൂഢഃ. യാതൊരു മനുഷ്യനാണോ ശാസനാഹീനം ഉപദിശതി, വിദ്യയൊന്നുമില്ലാത്ത, അറിവില്ലാത്ത, വിദ്യാസമ്പാദനമൊന്നുമില്ലാത്ത അല്ലെങ്കിൽ വിദ്യ അഭ്യസിച്ചിട്ടില്ലാത്ത ഒരാളെ ഉപദേശിക്കുന്നത് അവൻ വിഡ്ഢിയാകുന്നു. അശിഷ്യം ശാസ്തിയോ രാജൻ യശ്ച ശൂന്യമുപാസതേ കദര്യം ഭജതേ യശ്ച തമാഹുർ മൂഢചേതസം. ഹേ രാജൻ, അല്ലയോ രാജാവേ, യഹ അശിഷ്യം ശാസ്തി, യാതൊരുവനാണോ വിദ്യ അഭ്യസിക്കുവാൻ യോഗ്യനല്ലാത്തവനെ അല്ലെങ്കിൽ വിദ്യാസമ്പന്നനല്ലാത്തവനെ ഉപദേശിക്കുന്നത്. യഹ ച ശൂന്യം ഉപാസതേ, യാതൊരുവരാണോ ഫലമൊന്നുമില്ലാത്ത വസ്തുവിനെ സേവിക്കുന്നത്. യശ്ച കദര്യം ഭജതേ, യാതൊരുവനാണോ നിന്ദ്യമായ വസ്തുവിനെ സേവിക്കുന്നത് അവനെ മൂഢനെന്ന് പറയുന്നു. അപ്പോ ആരാണോ വിദ്യ പകർന്നു കൊടുക്കാൻ അല്ലെങ്കിൽ വിദ്യ അർഹിക്കാത്തവനെ ആരാണോ വിദ്യ ഉപദേശിക്കുന്നത്, ഫലമൊന്നുമില്ലാത്തതായ വസ്തുവിനെ ആരാണോ ഉപാസിക്കുന്നത്, നിന്ദ്യമായ വസ്തുവിനെ ആരാണോ സേവിക്കുന്നത് അവനെ മൂഢബുദ്ധി, വിദ്ധി എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് ഒന്നാമത്തെ യൂണിറ്റിൽ മൂഢലക്ഷണം പ്രതിപാദിച്ചിട്ടുള്ളത്. ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.